ഞങ്ങളിത് പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിൻ്റെ ഭേദഗതി ബില്ലായിരുന്നു. ഇവിടെ പല പല വാഗ്ദാനങ്ങളും തന്ന് പല പാർട്ടികളും കേരളത്തിലെ പല പാർട്ടികളോട് വന്ന് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ തന്ന് ഞങ്ങളെ മോഹിപ്പിച്ച് പോയി. അന്ന് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ബില്ല് പാസ്സാകുന്നതിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു. പക്ഷേ ഡൽഹിയിൽ പോയി ഇവിടെ തിരിച്ചു വരുന്ന ഈ പറഞ്ഞ എം പിമാർക്ക് കൊടുക്കാൻ ഞങ്ങളൊരു സാധനം വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ സമരം തുടങ്ങിയിടയ്ക്ക് തന്നെ ഞങ്ങൾ ആ മുദ്രാവാക്യത്തിലൂടെ തന്നെ വനിതകളുടെ ഒരു റാലി നടത്തിയിരുന്നു. അന്ന് ഞങ്ങൾ ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു, ചോറ് വിളമ്പും കൈകൾ കൊണ്ട് പ്ലക്കാർഡ് എന്തി നടത്തിയവരെ നിങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ വോട്ട് വരുമ്പോൾ തന്നോളാം. ഇനി ഡൽഹിയിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ എം പിമാർക്ക് കൊടുക്കാനുള്ള ഞങ്ങൾക്കുള്ള സദ്യ, ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന സദ്യ വോട്ട് വരുമ്പോൾ രാഷ്ട്രീയമായി പ്രതിഫലിക്കും. തീർച്ചയായും ഞങ്ങളത് പ്രതിഫലിച്ചിരിക്കും. എന്താ പറയുക? ഞങ്ങൾക്ക് ആദ്യം പറയുന്നത് നരേന്ദ്രമോദിനോടാണ്. ഞങ്ങളുടെ എം പിമാർ ഹൈബീഡം പോലും എല്ലാ എം പിമാർ പോലും ഞങ്ങൾക്ക് എതിരായിരുന്നു. ഇവിടെ വന്നുകൊണ്ട് ഓരോന്നും പറഞ്ഞുകൊണ്ട് പോയി അവിടെ ചെന്ന് എതിരാണ്. അപ്പോൾ ഞങ്ങൾ ഹൈബീഡനും സുരേഷ് ഗോപിക്കും, ഹൈബീഡനല്ല നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും എല്ലാ BJP അംഗങ്ങൾക്കും നന്ദി പറയുന്നു. BJPക്കാണ് നിങ്ങളുടെ നന്ദി? BJPക്കാണ് ഞങ്ങളുടെ നന്ദി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണിത്. കാരണം ഈ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു വിജയമാണ്. കാരണം മുനമ്പം വിജയിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യ വിജയിച്ച്, അതാണ് ഞങ്ങൾക്ക് ഇന്നുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ. അത് ഇനി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഞങ്ങൾ പൂർണ്ണമായും ഇതിന്റെ ക്രെഡിറ്റ് സമർപ്പിക്കുന്നത് സുരേഷ് ഗോപി സാറിനും. 8 മാസം ഉണ്ടായിരുന്നല്ലോ. ഈ 8 മാസത്തിൽ ഈ നമ്മുടെ MP ഇത് വായിച്ചു നോക്കിയിട്ടില്ലേ? 8 മാസത്തിൽ നമ്മുടെ MP വായിച്ചു നോക്കിയിട്ടില്ല, ഞങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല, ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് പാർലമെന്റിൽ പുള്ളി ഉന്നയിച്ച വിഷയം. കാരണം മുനമ്പം ജനതയെക്കുറിച്ച് ഞങ്ങളുടെ MP പഠിച്ചിട്ടില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഒരു വികാരമാണെന്നാണ് പറഞ്ഞത്. ഇതൊരു ഞങ്ങൾക്കൊരു വികാരമല്ല, ഞങ്ങളുടെ കിടപ്പാടത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരമാണ്. ഇതൊരു നിയമത്തിന്റെ പ്രശ്നമാണ്. ആ നിയമത്തിൽ ഭേദഗതി വരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ആ നിയമത്തെക്കുറിച്ച് ഞങ്ങളുടെ MP പഠിച്ചില്ല. അതിനർത്ഥം ഞങ്ങൾ ഒരു വോട്ടാർത്ഥിക്ക് വേണ്ടിയിട്ട് അവരുടെ വോട്ടാർത്ഥിയാണ് ഞങ്ങൾ തടയപ്പെട്ടതിന് കാരണം. അത് കോൺഗ്രസിന്റെ വോട്ടാർത്ഥിയാണ് ഇന്ന് മുനമ്പം ജനത BJPക്ക് ജയ് വിളിക്കേണ്ടി വന്നത്. കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിച്ച് ഇതിൽ എതിർത്ത് വോട്ട് ചെയ്യുക. മുനമ്പം പ്രശ്നം ഒരു പ്രത്യേക പ്രശ്നമാണ്. എന്നാൽ ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത് മറ്റൊരു വളരെ പ്രത്യാഘാതങ്ങൾക്കുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്ന് പറയുകയും ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന സംശയം ഉന്നയിക്കുകയാണ്. അവർ ആദ്യം തുടങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുനമ്പവും ഇത് രണ്ട് വിഷയമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നതല്ലാണ്ട് ഇവർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഈ നിയമത്തെക്കുറിച്ച് ഇവർ പഠിച്ചിട്ടില്ല. പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ MP തന്നെ സംസാരിക്കുമായിരുന്നു. 8 മാസം ഉണ്ടായിട്ട് സംസാരിച്ചിട്ടില്ല. ഇന്ന് ഞങ്ങളെല്ലാം ഇത് നോക്കിക്കാണുമല്ലോ എന്ന് വിചാരിച്ച് ഇന്ന് സംസാരിച്ചത് പൊട്ടത്തെറ്റുമായിരുന്നു. അതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളെ ചേർത്ത് പിടിച്ചത് കേന്ദ്ര സർക്കാരാണെന്നുള്ളതാണ്. തീർച്ചയായും മുനമ്പം ജനതയെ ചേർത്ത് പിടിച്ചത് കേന്ദ്ര സർക്കാരാണെന്ന് ഈ ഭാരതത്തിലെ ഉള്ള ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. സന്തോഷത്തോടെ കാണുന്നു. മുനമ്പം ജനതയോടൊപ്പം നിന്ന ഓരോ ഇന്ത്യൻ പൗരനും, ഇന്ത്യയുടെ വിജയം ആഗ്രഹിച്ച ഓരോ ഇന്ത്യൻ പൗരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഈ നിമിഷത്തിൽ. കാരണം ഞങ്ങളുടെ MP ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ MPക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ മുനമ്പം ജനത കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ ആര് ചേർത്ത് പിടിക്കുന്നുവോ അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും, ആര് ഞങ്ങളെ അവഗണിച്ചോ അവരെ ഞങ്ങൾ അവഗണിക്കും ഞങ്ങൾ പറഞ്ഞിരുന്നു. മുനമ്പം ജനതയ്ക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ആ വാക്ക് ഇനി അങ്ങോട്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ 6 മാസത്തിനുള്ളിൽ കേരള രാഷ്ട്രീയ ചരിത്രം മാറുമെന്ന് പറയുന്നത് അത് മാറിയിരിക്കും. കാരണം ഒരു MP എന്നത് ഒരു പാർട്ടിയുടെ MP അല്ല, ജനങ്ങളുടെ MP ആണെന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ MP വളരേണ്ടിയിരിക്കുന്നു. എമ്പുരാൻ സിനിമനെ പിന്തുണച്ച ഒരു MP ഞങ്ങൾ കണ്ടു. മുനമ്പം ജനതയെ പാർലമെന്റിൽ എത്ര തവണ MP പറഞ്ഞു? ഒരു തവണ പോലും പറഞ്ഞിട്ടില്ല പാർലമെന്റിൽ ഞങ്ങളുടെ MP പറഞ്ഞിട്ടില്ല. എമ്പുരാൻ സിനിമയെ പിന്തുണച്ച MP ആണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ MPയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് മുനമ്പം ജനതയുടെ വിജയത്തിന് കാരണം, ഭാരതത്തിന്റെ വിജയത്തിന് കാരണം BJP സർക്കാരാണെന്ന് എവിടെയും ഞങ്ങൾ പറയും. ഈ മുനമ്പം ജനതയുടെ ഒരു വിജയം തന്നെ വർഷങ്ങളായി കാത്തിരുന്ന, അല്ലെങ്കിൽ ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചത്. ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കപ്പെട്ടു എന്ന് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു നിയമം ഇല്ലായിരുന്നു വെച്ചെങ്കിൽ ഞങ്ങളുടെ സ്ഥിതിയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞങ്ങൾ എവിടെ കിടക്കേണ്ട ആൾക്കാരാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ. ഇത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു സുപ്രഭാതത്തിൽ ഈ കരയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുത്തം വന്നിട്ട് പറയുന്നത് എൻ്റെ വീടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള നിയമങ്ങൾ കളയാൻ വേണ്ടിയാണ് ഇന്ന് പാർലമെന്റിൽ ഇങ്ങനെ ഒരു നിയമം പാസ്സായത്. ഈ നിങ്ങളുടെ ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ഈ സമയത്തും ഇവിടെ ഇല്ല എന്നുള്ള ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ സഭയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നൊരു പ്രതിഷേധം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും. അദ്ദേഹം എമ്പുരാന് കൊണ്ട് സംസാരിച്ച ഒരു വ്യക്തിയാണ്. ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. അദ്ദേഹം എമ്പുരാനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്പുരാനോട് സംസാരിച്ചു. തമ്പുരാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞങ്ങൾക്കൊരു പറയാനുള്ളത്, അടുത്ത തിങ്കളാഴ്ച ഞങ്ങളുടെ പിള്ളേർ നയിക്കുന്ന ഒരു വഖഫ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ MP വന്ന് അറ്റൻഡ് ചെയ്യണം. അദ്ദേഹത്തിന് ഞങ്ങൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വന്ന് അറ്റൻഡ് ചെയ്യണം ഞങ്ങളുടെ ക്ലാസ്. വഖഫ് എന്താണെന്നും ഞങ്ങളുടെ പിള്ളേർ പഠിപ്പിച്ചു തരും അദ്ദേഹത്തിനോട്. അദ്ദേഹത്തിനുള്ളൊരു ഇതാണ്, നീ എമ്പുരാൻ്റെ പുറകെ പോയപ്പോൾ ഞങ്ങൾ തമ്പുരാൻ്റെ പുറകെ പോയി. തമ്പുരാൻ ഞങ്ങളുടെ വിളി കേട്ട്. താങ്ക് യു.